الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന്റെ ഭൂമിയിലെ വാസ സമയവും ദിവസവുമെല്ലാം കുറിച്ചിട്ടുണ്ട്. ആ സമയമായാൽ എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവരാണ്. എന്നാൽ സാധാരണ മനുഷ്യർക്ക് ഒരു കണക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, അഅ്മാറു ഉമ്മത്തി 60 ഔ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് മാ ബൈന 60 വ 70, 60-നും 70-നും ഇടയിലാണ് എന്നാണ്. അപ്പോൾ സാധാരണ ആളുകൾ ഒരു 70 വയസ്സ് വരെയൊക്കെ പ്രതീക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ 60 ആകും എന്നൊക്കെ പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ അത് സാധാരണഗതിയിലുള്ള ഒരു നിശ്ചിതമാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. അള്ളാഹു ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമൂഹമാണ് സ്വഹാബാക്കിറാം. ആ സ്വഹാബാക്കിറാമിൽ പലരും വളരെ ചെറുപ്പത്തിൽ മരിച്ചവരാണ്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെല്ലാം, ആൺകുട്ടികളെല്ലാം പെൺകുട്ടികളും വളരെ ചെറുപ്പത്തിൽ മരിച്ചു.
അവസാനം മരിച്ചത് ഫാത്തിമ റളിയല്ലാഹുഅൻഹയാണ്. അപ്പോൾ തന്നെ അവർക്ക് 27 വയസ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരണം എന്നത് അള്ളാഹു നിശ്ചയിച്ച സമയം എപ്പോഴാണെങ്കിലും അത് സംഭവിക്കും. എന്നാൽ മരിക്കുന്ന സന്ദർഭത്തിൽ നാം മുഅ്മിനായി മുസ്ലിമായി മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് 70 വയസ്സുണ്ടല്ലോ എന്ന് കരുതി നാം സൂക്ഷ്മതയില്ലാതെ ഒരു ജീവിതം നയിച്ചാൽ നമുക്ക് 70 ഉണ്ട് എന്ന് വഹി ഇറങ്ങിയിട്ടൊന്നുമില്ല. നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ പോകണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുതേ എന്ന് അല്ലാഹു നമ്മോട് താക്കീത് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ധാരാളം മരണങ്ങളെ ആകസ്മികമായിട്ട് അകാല ചരമെന്നൊക്കെ നമ്മൾ പറയും. അകാലം എന്നല്ല, അത് കാലായിട്ട് തന്നെ മരിക്കണം. അമ്മ നിശ്ചയിച്ച കാലായി. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അത് അകാലമാണ്. പലരും 15-ലും 20-ലും 30-ലും 40-ലും എല്ലാം മരിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടം കൂടുമ്പോൾ നമ്മൾ പറയും പെട്ടെന്നായി പോയി. 60 വയസ്സായ ഒരാൾ മരിച്ചാൽ നമ്മുടെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ വളരെ പെട്ടെന്നായി, ഇപ്പോഴൊന്നും മരിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് നമ്മൾ പറയും. എന്നാൽ ഏത് സമയത്ത് മരണം നടന്നാലും നല്ല ഒരു അവസാനം, ആപ്പിബത്ത് നന്നാവണം, പര്യവസാനം നന്നാവണം. അതിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്. ഓ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അതെങ്ങനെയാ? ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും എന്നെ അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ബോധം മനസ്സിലുണ്ടാവുക. അതുണ്ടാവുമ്പോൾ ജീവിതത്തിന്റെ സൂക്ഷ്മത ഉണ്ടാവും. അതാണ് ഹഖ്ക തുഖാതിഹി, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. എങ്കിൽ അവസാനം നന്നാവും. അങ്ങനെ ജീവിതമാണ് ഉള്ളതെങ്കിൽ അവസാനം നന്നാവും. 2 വിഭാഗം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഫവല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങളിൽ ഒരാള് പ്രവർത്തിക്കും, കർമ്മങ്ങൾ ചെയ്യും, സ്വർഗത്തിൻ്റെതായ പ്രവൃത്തികള്, നല്ല പ്രവൃത്തികൾ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഹത്താ, ഏതുവരെ എന്നാൽ മാ യകൂനു ബൈനഹു വ ബൈനഹു ഇല്ലാ ദിറാ, അവനും സ്വർഗത്തിന്റെ മടിയിൽ ഒരു മുഴം മാത്രം അകലമുള്ളത് വരെ അവൻ ജീവിക്കും, അത്രയും അവനെത്തും. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, എന്നാൽ അവന്റെ വിധി, അവൻ നരകത്തിന്റെ ആളാണെന്നാണ്, നരകവാസിയാണെന്നാണ് അവന് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ അവന്റെ സ്വഭാവവും പ്രവൃത്തികളും ജീവിതവും മാറും. അങ്ങനെ നരകത്തിൻ്റെതായ തിന്മകൾ അവൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ടോ അവൻ അങ്ങനെ മരിച്ചു പോവുകയും നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. വേറൊരാള്, നിങ്ങളിൽപ്പെട്ട ഒരാള്, അവൻ നരകത്തിന്റെ പ്രവൃത്തികളാണ് പ്രവർത്തിക്കുക, വളരെ മോശപ്പെട്ട പ്രവൃത്തികളും ജീവിതവുമായിരിക്കും. നരകവും അവരുമായി ഒരു മുഴം വരെ അടുക്കുന്ന അവസ്ഥയിലെത്തും. ആ സന്ദർഭത്തിൽ അവന്റെ പേരുള്ള രേഖ, അവന്റെ കിതാബ്, അവൻ അതിനെ വിജയിക്കും. അങ്ങനെ അവൻ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ ചേരുകയും അത്തരം പ്രവൃത്തികളും നന്മകളും അമരസ്വാലിഹാത്തുകളും ചെയ്യുകയും അങ്ങനെ അവൻ മരിച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതം നാം തുടക്കത്തിലും നടുവിലും നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല, അവസാനമാണ് വിലയിരുത്തേണ്ടത്. അവസാനം എങ്ങനെയാണോ അതാണ് വിധി. ചില ആളുകൾ കണ്ടിട്ടില്ലേ, തുടക്കത്തിനൊക്കെ ഭയങ്കര നമസ്കാരവും പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറെ കൂടെ പോയാൽ പറയും മൂപ്പരിപ്പ പള്ളിയിരിക്കുന്നത് കാണാനില്ലല്ലോ, മൂപ്പരിപ്പ അതിലൊന്നും ഇല്ലല്ലോ, എന്തിപ്പോ ആൾ തീരെ വിട്ടുപോയിക്കുന്നു.
ഒരു ബന്ധമില്ല. ഇപ്പോൾ വേറെ ലോകത്താണല്ലോ നമ്മൾ പറയാറില്ലേ. അതുകൊണ്ട് തന്നെ വളരെ ഭയപ്പെടേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ ചില ആളുകളെ മോശം പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടാൽ അവരെ ശപിക്കാൻ പാടില്ല, അവരിൽ നിന്ന് അകലാൻ പാടില്ല, അടുക്കാൻ ശ്രമിക്കുകയും അവരെ നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ബനൂ ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട രണ്ടാളുകൾ, ഒരാളുടെ കൂട്ടുകാരൻ പണ്ഡിതനാണ്, ഒരാൾ അലിമ, മറ്റൊരാള് ജാഹില. അയാൾ ഒരുപാട് തിന്മകൾ ഇങ്ങനെ ചെയ്തു, എത്ര പറഞ്ഞാലും നന്നാവൂല. അവസാനം ഇയാൾ പറഞ്ഞു, നീയുമായിട്ട് ഞാൻ കൂട്ടുകെട്ടില്ല, നീ നന്നാവില്ല, നീ നരകത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞ് അയാളിൽ നിന്ന് അകന്നു. അങ്ങനെ രണ്ടാളും മരിച്ചുപോയി. അവിടെ വശത്തെത്തിയപ്പോൾ ഈ പണ്ഡിതനെ നരകത്തിന്റെ ക്യൂവിലേക്കാണ് മലക്കുകൾ നയിക്കുന്നത്. മറ്റാളോ, ആ മോശപ്പെട്ട ആളോ സ്വർഗത്തിന്റെ ക്യൂവിൽ നിൽക്കുന്നു. അപ്പൊ ഇയാൾ ചോദിക്കണം അല്ലാഹുവോട്, അല്ലാഹുവേ, ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തവനാണല്ലോ, നല്ല അമലുകൾ ചെയ്തവനാണല്ലോ, അവനാകട്ടെ വളരെ മോശമായിരുന്നു, എന്നിട്ട് എന്നെ ഇങ്ങനെയും അവരങ്ങനെയും ആക്കാൻ. അപ്പോൾ അല്ലാഹു പറയുമല്ല, പുറത്തു കൊടുക്കുക, കരുണ ചെയ്യുക എന്നുള്ളത് എന്റെ അധികാരമാണ്, എന്റെ അവകാശമാണ്. അത് നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നീ ഒരു ആലിമായിട്ട് അറിവ് നിനക്ക് നൽകിയിരിക്കെ അവന് ഞാൻ പുറത്തു കൊടുക്കില്ല, അവൻ നരകത്തിന്റെ ആളാണെന്ന് നീ ധിക്കാരത്തോടെ അവനെ നീ വിധി എഴുതി, അതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചു, അങ്ങോട്ടും കൊണ്ടൊന്ന് മാറ്റിയതാണ് എന്ന് അള്ളാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരാള് മോശമായ പ്രവൃത്തിയാണ്, സ്വഭാവമാണെങ്കിൽ അയാളെ നരകത്തിന്റെ ആളാണെന്ന് തള്ളിക്കളയാനും വിധി എഴുതാനും അകലാനും പാടില്ല. അയാളുമായി തടുക്കാനോ ഉപദേശിക്കാനോ നന്നാക്കാനോ കിട്ടുന്ന ചാൻസുകളിലൂടെ അയാളെ തടുക്കാൻ ശ്രമിക്കണം. ആരെയും ശപിക്കുന്ന, കാഫിറാക്കുന്ന, മുശ്രിക്കാക്കുന്ന, നരകത്തിന്റെ ആളാക്കുന്ന സ്വഭാവം ഒരു മുഅ്മിൻ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. അതുപോലെ തന്നെ ആരെയും അവരുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് നമ്മളെ പ്രത്യക്ഷത്തിൽ സ്വർഗമാണ് നരകമാണ് എന്നൊന്നും വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. നമ്മൾ തന്നെയും അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഓ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ എന്ന് സദാ പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണത്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അവസരം കിട്ടി, മുസ്ലിമായി സ്വഹാബിയായി, എന്നിട്ടും അവസാനം കാഫിറായി മരിച്ചുപോയ ഒരുപാട് ആളുകളെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റസൂലിന്റെ അടുക്കലേക്ക് ഒരു നസാറ സഹോദരൻ വരികയും അയാളെ മുസ്ലിം ആവുകയും അയാളെ അൽ ബഖറയും ആലി ഇംറാനൊക്കെ നന്നായിട്ട് ഓതുകയും നന്നായി പഠിക്കുകയും ചെയ്തപ്പോൾ വഹി വരുന്നത് എഴുതി വെക്കാനുള്ള ജോലിയിൽ അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവസാനം വീണ്ടും അയാള് നസാറയിലേക്ക് തന്നെ പോയി, റസൂലുള്ളാഹിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാള് അധികകാലത്തിന് മുമ്പ് മരണപ്പെടുകയും അയാളുടെ ജനാസ ഖബറ് സ്വീകരിക്കാതെ മറമാടുമ്പോൾ പുറത്തേക്കെടുത്തെറിയപ്പെടുന്ന അവസ്ഥയിൽ 3 പ്രാവശ്യം മറമാടിയിട്ടും അവസാനം ആളുകൾ ഭയന്ന് ആ വിജന പ്രദേശത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് പക്ഷികൾ കൊത്തിവലിച്ച് പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുനാഫിഖുകളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ, അയാള് അല്ലാഹു റസൂലിനെ കാണുകയും മുസ്ലിം ആവുകയും നമസ്കാരത്തിലേക്ക് ഒന്നാമത്തെ സഫിൽ ഇരിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ്. പക്ഷേ അയാളുടെ കാപട്യം കൊണ്ട് അയാളുടെ മനസ്സിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കണമെന്നും അവിടുത്തെ രാജാവാകണമെന്നുമാണ് ആഗ്രഹം. അത് പലതവണ അദ്ദേഹം ശ്രമിച്ചു. അവസാനം അയാള് മുനാഫിക്കായി തന്നെ മരിച്ചുപോയി എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ ഒരു സ്വഹാബി, അദ്ദേഹം യുദ്ധം ചെയ്ത് ആവേശത്തോടെ യുദ്ധം ചെയ്തുകൊണ്ട് വീരനായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞു റസൂലുള്ളാഹിയുടെ അടുത്ത്, കണ്ടില്ലേ എത്ര ധീരതയോടെയാണ് അയാൾ യുദ്ധം ചെയ്യുന്നത്, അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണില്ലേ, അയാൾ എത്ര ശത്രുക്കളെയാണ് അയാളെ വധിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നരകത്തിലാണ്. ഇത് കേട്ടതും ആ സ്വഹാബി അന്തം വിട്ടുപോയി. ഇത്രയധികം പടക്കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ നരകത്തിലോ? അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നാലെ അങ്ങനെ വീക്ഷിച്ച് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ സ്വഹാബി പോയപ്പോൾ യുദ്ധത്തിനിടയിൽ ഈ വീരനായ സ്വഹാബിക്ക് ഒരു വെട്ടേൽക്കുകയും അങ്ങനെ വലിയ മുറിവേറ്റ് അദ്ദേഹം യുദ്ധക്കളത്തിൽ നിന്ന് അതിന്റെ അരികിലേക്ക് ഓരത്തേക്ക് മാറി, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം അയാൾ ആ മണലിൽ വാള് തലകുത്തനെ നിർത്തിക്കൊണ്ട് അതിലേക്ക് കമഴ്ന്നു വീണ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി.
അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്. അപ്പോൾ അദ്ദേഹം മുസ്ലിമായി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് യുദ്ധം ചെയ്തു, അതിൽ പരിക്കേറ്റു. പക്ഷെ അദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ ഷഹീദായി. പക്ഷെ അത്ര ക്ഷമയില്ല, അദ്ദേഹം പെട്ടെന്ന് അങ്ങ് ആത്മഹത്യ ചെയ്തു പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എത്ര നന്മയിലാണെങ്കിലും ആ നന്മ നിലനിൽക്കാൻ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഞാൻ ശരിയാണ്, ഞാൻ സ്വർഗത്തിലേക്കാണ് നമ്മൾ വിലയിരുത്തിയാൽ നശിച്ചു. അതോടെ ഒരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗൗരവമുള്ള ഭയമുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാവണം. അല്ലെ, എക്സ് മുസ്ലിങ്ങൾ നമുക്ക് നമ്മുടെ മഹല്ലുകളിലൊക്കെ എക്സ് മുസ്ലിം പെരുകിക്കൊണ്ടിരിക്കുക. അല്ലെ, കാലങ്ങളായി നൂറ്റാണ്ടുകളായി മുസ്ലിമായി ജീവിച്ചിരുന്ന കുടുംബ തറവാടുകളിൽ നിന്ന് എക്സ് മുസ്ലിങ്ങൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് അതിൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളായ എക്സ് മുസ്ലിമിൽ വരാതിരിക്കാൻ, നമ്മൾ തന്നെയും അതിലേക്ക് പോകാതിരിക്കാൻ ഓരോ ഇൻസിഡന്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഇസ്ലാമിനെ കുറ്റം പറയാനും ചീത്ത വിളിക്കാനും മുസ്ലിം സമൂഹത്തിൽ തന്നെ യുവതികൾക്കും യുവാക്കളും ഉണ്ടാകുന്നു. അവർക്ക് ആവേശം കൂടുമെന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ മക്കളും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഓരോ സംഗതികൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരി നമ്മുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു, എന്നിട്ട് ഗൾഫിൽ പോയി വീണ്ടും ഒരു അറബിയെ കല്യാണം കഴിച്ചു. അവസാനം അയാളെ കൊന്ന് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി. അവസാനം ആ രാജ്യത്തെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ കരയ ആളുകള്. നല്ല പ്രവർത്തിച്ചത്, രാജ്യത്തിന് വേണ്ടി വലിയ സേവനം ചെയ്ത ആളാണല്ലോ, അറിയണമല്ലോ, അല്ലെ? എന്നിട്ട് അതിന് പേരിൽ ഇസ്ലാം ക്രൂരമാണ്, ഇസ്ലാമിന്റെ ശിക്ഷ കാലത്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിക്കാൻ മുസ്ലിം സമൂഹത്തിൽ നിന്നല്ലേ വിവരപ്പെട്ട ചില വർഗങ്ങൾ വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം. ഓരോ വിഷയം ഉണ്ടാകും, ഇസ്ലാമിന്റെ ശിക്ഷാവിധി എന്താണ്, എന്തിനാണ്, അതിനുള്ള മഹത്വം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇസ്ലാമിൽ മാത്രമുള്ള കാരുണ്യമാണ് വധശിക്ഷയിൽ കുടുംബത്തിന് മാപ്പ് കൊടുക്കാനുള്ള ചാൻസ് കൊടുത്തത്. ലോകത്തൊരു രാജ്യത്തും അതില്ല, ഒരു വിശ്വാസത്തിലും അതില്ല. ഇസ്ലാമിൽ മാത്രമാണ് എത്ര ക്രൂരമായി കൊന്നാലും ആ കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരെ വെറുതെ വിടാമെന്ന്. അപ്പോഴും അവിടെ ഒരാളെ കൊന്നതിന്റെ പ്രതിജ്ഞ ചെയ്യണം. എന്നിരുന്നാലും അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ അള്ളാഹു പറയുകയാണ്. അത് ഇസ്ലാമിന് മാത്രമല്ല. അത് കാണാതെ, ആ നന്മയെ കാണാതെ, ഈ ചെയ്ത ക്രൂരതയെ കാണാതെ ഇസ്ലാമിനെ ചീത്ത വിളിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. അതിന് മുമ്പിൽ നിൽക്കുന്ന മുസ്ലിം അംഗങ്ങളാണ്. അതുകൊണ്ടാ പറയുന്നത്, അങ്ങനെ അള്ളാഹുവിന്റെ ഒരു വിധിയെ തള്ളിപ്പറഞ്ഞാൽ, ഇസ്ലാമിനെ ചീത്ത പറഞ്ഞാൽ, ഇസ്ലാമിനെ പരിഹസിച്ചാൽ ആ നിമിഷം അവൻ വിഗ്രഹാരാധന ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ഇസ്ലാമെന്ന് അവൻ പുറത്തുപോയി. അവൻ ശിർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാന്ന് പറയേണ്ട ആവശ്യമില്ല. പരലോകമില്ലാന്ന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഒരു വിധിയെ തള്ളിപ്പറഞ്ഞാൽ ആ നിമിഷം ഇസ്ലാമെന്ന് പുറത്തുപോയി, മുർത്തദ്ദായി. അതുകൊണ്ട് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഈമാൻ നഷ്ടപ്പെടാൻ ഇസ്ലാമിൽ നിന്ന് അവസാനം നമ്മൾ മുർത്തദ്ദായി, മുനാഫിക്കായി, കാഫിറായി, മുശ്രിക്കായി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമ്മോട് പറഞ്ഞില്ലേ, വയർതദ് മിൻകും മിൻ ദീനിഹി, ഏതൊരുവൻ നമ്മുടെ ദീനിൽ നിന്ന് പുറത്തായ നിലയിൽ അവൻ സ്വയമൊത്തവൻ മരിച്ചു പോകുന്നുവോ, വഹുവ കാഫിറുൻ, അവൻ നിഷേധിയായി കാഫിറായ, ഫൗലായിക ഹബിതത് അഅമാലുഹും, അവൻ അതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോയി. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി. വൗലായിക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, ആ നരകത്തിൽ അവർ ശാശ്വതവാസികളായിരിക്കും. അഥവാ ഇസ്ലാമിന്റെ ഹുക്മിനെ തള്ളിപ്പറയുകയോ അതിനെ പരിഹസിക്കുകയോ അള്ളാഹുവിനെ കുറിച്ചോ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ പരിഹസിക്കുകയോ അള്ളാഹുന്റെ റസൂലിനെ തള്ളിപ്പറയുകയോ ചെയ്താൽ അവർ മുർത്തദ്ദായി. അതാ ഇസ്ലാമെന്ന് പുറത്തായി, വെളിയിലായി. മുർത്തദ് പറഞ്ഞാൽ അവൻ തടയപ്പെട്ടു എന്നാണ്. ഇസ്ലാമെന്ന് പുറത്തായി. അപ്പോൾ അവൻ പിന്നെ നരകാവകാശി. ആ രൂപത്തിൽ മരിച്ചാൽ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി പറയും, ഒരു കുറെ ഹജ്ജ് ചെയ്തില്ല, എന്ത് കാര്യം, ഒരു കാര്യം, എല്ലാ ഹജ്ജും സക്കാത്തും നോമ്പൊക്കെ പോയി. അള്ളാഹുവിനെ ദീനിനെ തള്ളി പറഞ്ഞാൽ ആ സെക്കൻഡ് അതൊക്കെ പോയി. പിന്നെ അവസാനം ആദ്യം ഷഹാദത്ത് കലിമ ചൊല്ലി ആദ്യം തൗബ ചെയ്ത് വരണം, മുന്നോട്ട് വരണം. അതല്ലാതെ അതുവരെ ജീവിച്ചതൊക്കെ പോയി. അങ്ങനെ മരിച്ചു പോയാലോ അവൻ നരകത്ത് പെട്ടു. ഇനി തൗബ ചെയ്ത് മടങ്ങിയാലോ ആ പോയതൊക്കെ തിരിച്ചു കിട്ടും.
ആ പോയതൊക്കെ തിരിച്ചു കിട്ടും തൗബ ചെയ്ത് മടങ്ങിയാൽ. തൗബ ചെയ്യാതെ മരിച്ചാൽ എല്ലാം നഷ്ടമായി, ആ നരകാവകാശിയായി മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നോക്കുക, ഒന്നാമത് അള്ളാഹുവിനെ കുറിച്ച് ഭയം വേണം. നമുക്ക് ഈമാൻ നഷ്ടപ്പെടുമെന്ന ഭയം വേണം. മഹാനായ താബിഈ പണ്ഡിതനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അവിടത്തിന്റെ മരണത്തിന്റെ നാളുകളിൽ കരയുകയാണ്. അപ്പോൾ കുടുംബക്കാർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഞാൻ കരയുന്നത് എന്റെ അവസാനം എന്താകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്റെ മരണത്തിന്റെ അവസാന സമയം ഞാൻ എന്താകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് കരയുകയാണ്. പ്രിയമുള്ളവരെ, ലോകം കണ്ടതിൽ മഹാനായ ഒരു പണ്ഡിതനാണ് താബിഈ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്. അദ്ദേഹം തന്റെ അവസാനത്തിൽ എന്താകുമെന്ന് ഭയപ്പെട്ട് കരയുകയാണെന്ന് പറയുമ്പോ നമ്മളെല്ലാവരും അത് ഭയപ്പെടണം. എന്റെ ജീവിതത്തിന്റെ അവസാനം എന്താകും? അതുകൊണ്ട് തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഈജിപ്തിന്റെ മന്ത്രി കിരീടത്തിൽ ഇരുത്തുന്ന സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് നീ സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തരികയും എനിക്ക് ഈജിപ്തിന്റെ രാജാധികാരം നൽകുകയും ചെയ്തു. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ ഇതിൽ തൃപ്തനല്ല. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കുകയും ചെയ്യണേ. അതാണ് ഞാൻ ഏറ്റവും തൃപ്തിപ്പെടുന്ന കാര്യമെന്ന് ഈജിപ്തിന്റെ ആ പരമോന്നത പദവിയിൽ നിന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ നേടിയ ബിസിനസ് സമുച്ചയങ്ങളോ സമ്പത്തുകളോ ഫ്ലാറ്റുകളോ പ്ലോട്ടുകളോ കറൻസികളോ അല്ല നമ്മെ തൃപ്തിപ്പെടുത്തേണ്ടത്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആദി നഷ്ടപ്പെടാൻ പോകുന്ന ദുനിയാവിനെ കുറിച്ചല്ല, എന്റെ അവസാനം ഉണ്ടാകുമെന്ന് ഓരോ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇടിമിന്നൽ പോലെ മനസ്സിലേക്ക് ഒരു ആദിയായി ഒരു ആളായി ഇങ്ങനെ കടന്നു വരണം. ഞാൻ അവസാനം ഉണ്ടാകും, മുസ്ലിമായി മരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് പറയണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണേ. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അവന്റെ ഏറ്റവും വലിയ ഭയവും അതാവണം എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലാണ്. ദുനിയാവിന് പിന്നാലെയുള്ള ഓട്ടം, ആ ഓട്ടത്തിനിടയിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളും എല്ലാം മറന്നു പോവുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവണം. ഒരു ഇസ്തിഖാമത്ത്, ഒരു ഉറച്ച നിലപാടുണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് രക്ഷയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുസ്സിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. തീർച്ചയായും എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മ ഇസ്തഖാമൂ, പിന്നെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകള് അവരുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരെ ജീവിതത്തിന്റെ ആ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകുമ്പോ അവരെ സമാധാനിപ്പിക്കും. നീ ഭയപ്പെടണ്ട, ദുനിയാവിൽ ചെയ്യാൻ മാറ്റിവെച്ച പാപകാര്യങ്ങളെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ ദുനിയാവിനെ കുറിച്ച് നീ ഭയപ്പെടണ്ട. പരലോകത്ത് നിനക്ക് ശിക്ഷയുണ്ടാകുമെന്ന ഭയവും നിനക്ക് വേണ്ട. നീ ദുഃഖിക്കണ്ട. സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത നിനക്കറിയിക്കുന്നു. നീ സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് ഇങ്ങനെയുള്ള ഈ പരിശ്രമങ്ങൾക്ക് ജീവിതത്തിന് നിനക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ടല്ലോ, അത് നിനക്കുണ്ട്, സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അള്ളാന്റെ മലക്കുകൾ സമാധാനിപ്പിക്കും. എന്തുള്ളവർക്ക്? അള്ളയാണ് റബ്ബെന്ന് സ്വീകരിക്കുകയും ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തി വിട്ടുകൊണ്ട് ഒന്നിലേക്കും പോകാതെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹ് അങ്ങനെ ഇസ്തിഖാമത്ത് നമുക്കുണ്ടാവേണ്ടതുണ്ട്. മൂന്നാമതായി നമുക്ക് വിശ്വാസം ശരിയാവണം.
അവസാനം വിശ്വാസം ശരിയാവണം. കണ്ടതും കെട്ടതൊക്കെ വിശ്വസിക്കുക, അത് ശരിയായിരിക്കും, ഇത് ശരിയായിരിക്കും, അങ്ങനല്ലേ, അവരങ്ങനെ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ പറഞ്ഞില്ലേ, അയാൾ അങ്ങനെ ചെയ്തില്ലേ, ഇതല്ല. ഖുർആനും സുന്നത്തും കൊണ്ടും അഖീദ, ആ ആദർശം, ഈമാൻ ബലപ്പെടുത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഒരിക്കലും ഇളകാൻ പാടില്ല. എന്തെന്നെ പ്രകോപനങ്ങളും വന്നാലും നമ്മൾ അതിലൊന്നും പെട്ടുപോകാൻ പാടില്ല. മരണം അല്ലാഹു റസൂൽ പറയുകയുണ്ടായി, കഷ്ണമായി മുറിക്കേണ്ടി വന്നാലും തീയിലിട്ട് കരിക്കേണ്ടി വന്നാലും നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. എന്താ പറഞ്ഞത്? കഷ്ണങ്ങളായി മുറിക്കപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ തീയിലിട്ട് കരിക്കപ്പെട്ടാലും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിടാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഈമാൻ. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നിന്നാൽ പിന്നെ ഏതിൽ വേണമെങ്കിലും ചേരാം എന്നൊരു സമീപനാണെങ്കിൽ അവൻ ഈമാനില്ല, അവൻ മുഅ്മിനായി മരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏതൊരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുന്നു, ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കഴിയണം. ചിലപ്പോൾ അടുത്തിരിക്കുന്നവർക്ക് ഇത് കേൾക്കാൻ കഴിഞ്ഞോളന്നൊന്നുമില്ല കേട്ടോ. കോമയെ കിടക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ല പല ആളുകളുണ്ടാവും. അതുകൊണ്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ നരകത്തിലാന്ന് പറയണ്ട. ലാ ഇലാഹ എന്ന് പറയുന്നത് അള്ളാഹുവിനറിയാം അതെങ്ങനെയാണ് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാ പറയുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ വെറും ഒരു വാക്കല്ല, അത് ജീവിതത്തിൽ ഉണ്ടെങ്കിലേ, ജീവിതത്തിൽ ആ ഒരു ഉറച്ച നിലപാടുള്ളവർക്ക് മരിക്കുമ്പോൾ അത് പറയാൻ കഴിയൂ. അല്ലാതെ കുറെ എഴുതി പഠിച്ചതുകൊണ്ടോ വായിച്ചു പഠിച്ചതുകൊണ്ടൊന്നും ആ സമയത്ത് അത് വരൂല. ആ സമയത്ത് അത് വരണമെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിച്ചെന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവും. അടുത്തതായിട്ടോ സൽക്കർമ്മങ്ങള് അവസാനം നന്നാവണമെങ്കിൽ അമൽ സ്വാലിഹാത്തുകൾ ഉണ്ടാവണം. അതാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ വിശ്വാസികളെ, എപ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കാം. തഖ്വ മുസ്ലിമായി മരിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇവ അമൽ സ്വാലിഹാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പ്രവൃത്തികളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? അവരെന്താ പറഞ്ഞു? അസ്വലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. നമുക്ക് തോന്നുമ്പോഴല്ല, സമയത്ത് നിർവഹിക്കുക, അതിന്റെ സമയത്ത് നിർവഹിക്കുക. നേരത്തെ ആദർശം പറയണ്ടായി, ഈമാൻ ഉണ്ടാവണമെന്ന്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആ ഒരു കൃത്യതയും ഒരു ഉറപ്പും നമുക്കുണ്ടാവണം. തൗഹീദുള്ള ഇമാമ്, തൗഹീദ് ഉള്ള ശിർക്കും ബിദ്അത്തുമില്ലാത്ത പള്ളി ഉണ്ടെങ്കിൽ അവിടുത്തെ ജമാഅത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതിപ്പോ ഇവിടെ 4-നുണ്ട്, അവിടെ 3:45-ണ്ട്, അവിടെ 5:15-ണ്ട് എന്നല്ല. ശിർക്കും ബിദ്അത്തും ചെയ്യാത്ത ഖുർആൻ സുന്നത്ത് പോകുന്ന തഖ്വയുള്ള ഒരു പള്ളി, ഒരു ഇമാം ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഇമാമത്തിന് എത്തേണ്ടത്. പിന്നെ അത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കുറ്റം കൊണ്ടല്ല, അത് നഷ്ടപ്പെട്ടു എങ്കിൽ മാത്രമേ ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ കിട്ടുന്ന പള്ളിയിൽ കയറേണ്ടത്. പക്ഷെ ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടത് ശിർക്കും ബിദ്അത്തും ഇല്ലാത്ത ഖുർആനും സുന്നയും അനുസരിച്ച് പോകുന്ന ഇമാമും പള്ളിക്കുമാണ് ഒന്നാമത്തെ. അതാണ് ആദർശം ഹൃദയത്തിലുണ്ടാവണം. അത് ഉള്ളവർക്ക് കഴിയും, അല്ലാത്തവർക്കോ കിട്ടിയെടുത്ത് കയറാമെന്നതാണ്. അതുകൊണ്ട് അതുണ്ടാവണം. അപ്പൊ നമസ്കാരത്തിന്റെ തഖ്വയിൽ ഒന്നാമത്തുള്ള, അതേപോലെ തന്നെ നമസ്കരിക്കുമ്പോഴും ഒരു തഖ്വ വേണം. ചില ആളുകൾ കാണാൻ നിസ്കരിക്കുന്ന സമയത്ത് പോട്ട് മുക്കറിയുമ്പോൾ ഓഹോ ഇങ്ങനെ ഏമ്പക്കവും പോട്ടുവായത് ഇങ്ങനെ വിടുന്നു. ഈ പള്ളിയിൽ നമ്മൾ കേൾക്കുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമസ്കാരത്തിൽ പോട്ടുവായ വന്നാൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കൈകൊണ്ട് അമർത്തി പിടിച്ച് കളയണം. ഏമ്പക്കം വന്നാൽ അതും കൈകൊണ്ട് അമർത്തി ശബ്ദം കുറച്ച് വിടണം. വയറ് നിറച്ചതിൽ ഗ്യാസ് കൊണ്ട് ആളുകൾക്ക് ഏമ്പക്കം വരും. പണ്ടൊക്കെ സമ്പന്നന്മാരായ ആൾക്കാരെ ഏമ്പക്കം വിടുന്ന കൊണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും ഗ്യാസ് ട്രബിൾ, എല്ലാവർക്കും ഏമ്പക്കം വരും. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്, അത് കുറ്റമല്ല. പക്ഷേ നിസ്കരിക്കുമ്പോൾ അത് വിടുമ്പോൾ കയ്യമർത്തി ശബ്ദമില്ലാതെ വിടണം. അല്ലാതെ മൃഗങ്ങളെ മുട്ടയിടുന്നത് പോലെ നിസ്കാരത്തിൽ ഇങ്ങനെ എല്ലാവരും നിസ്കാരവും ഫസാദാക്കുന്ന രൂപത്തിൽ ഏമ്പക്കം വിടാൻ പാടില്ല. അങ്ങനെ വിടുമ്പോ ശൈത്താൻ
ചിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ നിസ്കരിക്കാൻ നിൽക്കുക കണ്ടില്ലേ, ഇവിടുന്ന് കൊട്ടായി വായങ്ങനെ കുറിച്ച് കൊട്ടായി വിടുന്നു എമ്പൊക്കെ ഇങ്ങനെ വിടുന്നു എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ളവരാണ്? ഒന്നാമത്തെ അവരുടെ ഗുണം നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ പടച്ചോന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എനിക്ക് സ്വർഗം കിട്ടണം, ഇതുകൊണ്ട് എന്റെ പാപങ്ങൾ ഈ നിസ്കാരം കഴിയുമ്പോഴേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയും. സലാം കിട്ടുന്നതോടുകൂടി എന്റെ പാപങ്ങൾ അങ്ങ് ഒഴുകിപ്പോകണം എന്ന ചിന്തയിൽ ആ പോലെ നിൽക്കുമ്പോ ഇങ്ങനൊന്നും ചെയ്യാൻ തോന്നൂല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇഖ്ലാസ് ഉണ്ടാവണം. കാരണം അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് മോശമായാൽ അല്ലാഹു റസൂൽ പറയുകയുണ്ടായി, തീർച്ചയായും നാളെ പരലോകത്തെ തന്റെ അടിമയോട് അള്ളാഹു ചോദിക്കുന്ന അവന്റെ കർമ്മങ്ങളിൽ ഒന്നാമത്തെ കാര്യം അവന്റെ കർമ്മങ്ങളിൽ നമസ്കാരത്തെ കുറിച്ചാണ് ആദ്യമായി ചോദിക്കുക. അത് നന്നായി കഴിഞ്ഞാൽ അവര് വിജയിക്കുകയും കാര്യം നേടുകയും ചെയ്തു. ആ നമസ്കാരം എടുത്തു നോക്കുമ്പോൾ അത് കുഴപ്പമാണെങ്കിൽ, അതിൽ കുറവുകളാണെങ്കിൽ അവര് നഷ്ടപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ നിസ്കാരം നോക്കുമ്പോ കുറെ കൊട്ടായി എമ്പപ്പം മാത്രമായി മാറാൻ പാടില്ല. ആ നിസ്കാരം അള്ളാഹു പരിഗണിക്കുന്ന 4 ഉസൂൽ ഫിഖിൽ പറഞ്ഞ ഒരു നമസ്കാര ജമാഅത്ത് പരിഗണിക്കാൻ ചില നിയമങ്ങളുണ്ട്. ഒന്ന്, നോക്കുക, ഇമാമിനെ നോക്കും. ആദ്യം ഇമാമ തഖ്വയോടെയാണ്, കൃത്യതയോടെയാണെങ്കിൽ അത് സ്വീകരിച്ചു. രണ്ടാമത്, ആ മൗമൂമിങ്ങളുടെ മനസ്സിലേക്ക് നോക്കും. ഇമാമിന്റെ മനസ്സ് അവിടെ ഇവിടേക്ക് മൗമൂമിങ്ങളുടെ മനസ്സിലേക്ക് നോക്കും. അവരും പലർക്കാണ് തഖ്വല്ലെങ്കിൽ അത് പോയി. രണ്ടാമത്തെ ചാൻസ്. മൂന്നാമത്തെ ചാൻസ് ആ സ്വഫ് നോക്കുമെന്നാണ്. അവർ നിൽക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ. ചില ആളുകൾക്ക് സ്വഫ് കാലപ്പിച്ച് വെക്കാൻ പറഞ്ഞ പാമ്പിനെ കണ്ടമായിരിക്കാം, കാല് വലിച്ചോണ്ട് ഓടും. അല്ലാഹു റസൂൽ പറഞ്ഞ എങ്ങനെയാണ്? നിങ്ങൾ മലക്കുകൾ സ്വഫ് നിൽക്കുന്നവരെ നിൽക്കുന്നതാണ്. മലക്കുകൾ എങ്ങനെയാ? കാലിന്റെ കുതിക്കാല്, എല്ലാവരുടെ കുതിക്കാലിന് ഒപ്പം വെച്ചിട്ട് ഒരുത്തന്റെ കുതിക്കാനോട് മറ്റൊരു കുതിക്കാലിന് ചേർത്ത് വെക്കണം. നമ്മുടെ സ്വന്തം കാലല്ല, നമ്മുടെ കാല് മറ്റവന്റെ കാല് കുതിൽ കൊണ്ട് ചേർത്ത് വെക്കണം. എന്നിട്ട് കാല് നല്ല 11 ഇട്ടതുപോലെ ഡബിൾ വണ്ണം പോലെ ഇങ്ങനെ വരണം. ഇങ്ങനെയല്ല, ഇങ്ങനെ വരണം, സ്ട്രൈറ്റ് ആയിട്ട് വരണം. ചുമലുകൾ മുട്ടണം. ഒരുത്തന്റെ ചുമലുമായി മറ്റവന്റെ ചുമലുകൾ മുട്ടണം. അങ്ങനെ ഗ്യാപ്പില്ലാതെ ചങ്ങലക്കണ്ണികൾ വിളക്കിയതുപോലെ, വെൽഡിങ് ചെയ്തതുപോലെ സ്വഫുണ്ടാകണം. അങ്ങനെ മലക്കുകൾ വെച്ച് അങ്ങനെ നിന്നാൽ അള്ളാഹു ആ നമസ്കാരം സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് നിൽക്കുമ്പോ നമ്മുടെ ആ സൗകര്യത്തിന് കാലുകളെ പരത്തി നിൽക്കുക. ഒരു റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ പോയി, കാറ്റ് പോയി. പിന്നെ ഓരോ സ്വഫിൽ ഓരോ ആളുകളുടെ വേറെ ആൾക്ക് കയറി നിൽക്കുക. അത്രയും ഗ്യാപ്പാ. നിൽക്കുമ്പോ നമ്മുടെ ഷോൾഡറിന്റെ അളവ് നോക്കിയിട്ട് കൃത്യമായി നിൽക്കണം. ഷോൾഡറിന്റെ അളവിൽ കൂടെ നിന്നാൽ ഷോൾഡറുകൾ തമ്മിൽ ചേരില്ല, അപ്പൊ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മുടെ ഷോൾഡറിന്റെ വലുപ്പത്തിലെ നമ്മുടെ കാല് വെക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്ത് കാല് ഇങ്ങനെ പരത്തി വെച്ചാൽ സ്വഫ് ശരിയാവില്ല. സ്വഫ് ശരിയായെങ്കിൽ നിങ്ങളുടെ സ്വഫുകൾ നേരെയാക്കുക. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. സ്വഫുകൾ ശരിയാക്കുന്നത് നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. മുഴുവൻ കൂലിയും കിട്ടണമെങ്കിൽ സ്വഫുകൾ നേരാക്കണം. അതാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റു ഖുതുബകളിലൂടെ പറയാം. അപ്പോൾ നമ്മുടെ അവസാനം ഹുസ്നുൽ ഖാത്തിമ, നല്ല അവസാനം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാനം അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിനെ യഥാർത്ഥ മുറപ്രകാരം ഭയപ്പെടുകയും സൂക്ഷിക്കുകയും പരിപൂർണ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്തിന് വിടകൊള്ളുകയും ചെയ്യണേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടുന്ന പോലെ വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മുടെ യഥാർത്ഥ
മുഅ്മിനീങ്ങൾ അഥവാ ഒരു മുഅ്മിനിന്റെ പര്യവസാനം, ഒരു മനുഷ്യന്റെ പര്യവസാനം നന്നാവണം, ഹുസ്നുൽ ഖാത്തിമയാവണം എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് ചില നിർദ്ദേശങ്ങൾ അള്ളാഹു റസൂലും പറഞ്ഞാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. അത് പാലിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമ്മുടെ അവസാനം ആക്തിബത്ത് നന്നാക്കുമാറാകട്ടെ. ധാരാളം സ്ത്രീകളും പുരുഷന്മാരുമായ അറിയുന്നവരും അറിയാത്തവരുമായ ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഒക്കെ ചികിത്സയിലും പ്രയാസത്തിലുമുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗം അറിയുന്നവനാണ്, അതിന് കൃത്യമായ മരുന്ന് അറിയുന്നവനാണ്. അവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ മരുന്ന് നൽകി അവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ക്ഷമിക്കാനുള്ള മാനസിക കരുത്തവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه ربنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على نبينا محمد وآله والحمد لله رب العالمين.